ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കാശ്മീർ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ കാശ്മീരിലെത്തിയത് 7th മെയ് ആണ്. ഒരു പാക്കേജിലാണ് പോയത്. അതിൽ വന്നിട്ട് 7th മെയ്യിൽ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് 8th മെയ് തൊട്ടായിരുന്നു ഞങ്ങളുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8th മെയ് ടു 12th മെയ് വരെ ആയിരുന്നു ഞങ്ങളുടെ പാക്കേജിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഞങ്ങളൊരു 11 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, 3 ഫാമിലിയിലായിട്ട്. അതായത് പെർ പേഴ്സണിന് 18,500 ആയിരുന്നു ഈ ഒരു പാക്കേജ് ഈടാക്കിയ റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഈ ഒരു ട്രാവലിംഗ് എക്സ്പെൻസും പിന്നെ അവിടുത്തെ ഹോട്ടലിൻ്റെ സ്റ്റേയുടെ എക്സ്പെൻസും അവിടുത്തെ ഫുഡിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് 18,500 വരുന്നത്. ഇതിൽ ഞങ്ങളുടെ എയർപോർട്ടിൻ്റെ അതായത് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഇൻക്ലൂഡഡ് അല്ല. ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് വന്നിട്ട് പെർ പേഴ്സൺ 30,000 ആണ് ആയിട്ടുണ്ടായിരുന്നത്. ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ടു ഡയറക്റ്റ് ശ്രീനഗർ. ബാംഗ്ലൂർ വരെ ഒരു 1 hour ഫ്ലൈറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള ശ്രീനഗർ വരെ ഉള്ളത് ഒരു 4 to 5 hours ഫ്ലൈറ്റായിരുന്നു. ഈ ഒരു പാക്കേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു, പക്ഷെ നമുക്കൊരു 10 out of 10 മാർക്ക് കൊടുക്കാൻ ഒട്ടും പറ്റത്തില്ല. കാരണം അതിൻ്റെതായ കുറച്ച് പ്രോസ് ആൻഡ് കോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. 7th മെയ്യിൽ രാവിലെ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ അവിടെ ഇറങ്ങിയത് രാത്രി ഒരു 7 മണിക്കാണ്. അപ്പോൾ ആ ഒരു ദിവസത്തത് നമ്മൾ എന്തായാലും കൂട്ടില്ല. 8th മെയ് തൊട്ട് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ 7th മെയ്യിലായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8 to 12 ആയിരുന്നു ഞങ്ങളുടെ പാക്കേജിൻ്റെ കാലാവധി. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗുൽമർഗാണ്. ആദ്യമേ തന്നെ ഞാൻ ഗുൽമർഗിൽ കണ്ടത് അവിടുത്തെ പ്രൈമറി ഹെൽത്ത് ഹോസ്പിറ്റലാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി പനി ഉണ്ടായിരുന്നു, ഈ കാലാവസ്ഥ മാറിയതിൻ്റെ പനി ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നിട്ട് തണുപ്പ് അടിച്ച് പിന്നെ കുറേ മല ചുറ്റി വന്നതിന് ശേഷം അവിടുത്തെ കാറ്റടിച്ച് ഞാൻ തറയിൽ കിടന്നു. അവസാനം എന്നെ അവിടെ നിന്ന് എടുത്ത് ഓടി ഈ ഹോസ്പിറ്റലിലോട്ട് വന്ന് BP ഒക്കെ ചെക്ക് ചെയ്ത് കുറേ മരുന്നൊക്കെ തന്ന് ട്രിപ്പൊക്കെ ഇട്ട് 1 മണിക്കൂർ കിടന്നതിന് ശേഷമാണ് ഞാൻ ഓക്കെ ആയത്. ഇതൊക്കെ ആ ഹോസ്പിറ്റലിൻ്റെ വിഷ്വൽസാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇടുന്നത്. കാരണം അടുത്ത് തന്നെ ഹോസ്പിറ്റലിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനെടുത്ത വിഷ്വൽസാണിത്. അപ്പോൾ അവിടെ വേറെ ആൾക്കാർ തണുത്തിട്ട് ഈ ട്രിപ്പ് ഇട്ടാൻ വന്ന കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ പരിചയമൊക്കെ പെട്ടു, വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. അതൊരു മലയാളിയായിരുന്നു. അത് കുറേ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയി, നല്ല രസമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഒരു കേബിൾ കാറാണ്. ഈ കേബിൾ കാറൊന്നും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഒരു കോൺ ഓഫ് ദിസ് പാക്കേജ് എന്ന് പറയുന്നത്. അവർ കുറേ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെയാണ് ഈ ഒരു പാക്കേജ് നമുക്ക് തന്നത്. ഈ ഒരു കേബിൾ കാറാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഗുൽമർഗിൽ. കാരണം നമ്മൾ താഴേന്ന് മുകളിൽ വരെ പോകണമെങ്കിൽ ഈ കേബിൾ കാറിലാണ് നമ്മൾ പോവേണ്ടത്. കാരണം ഈ ഒരു കേബിൾ കാറിൽ ചെന്നാൽ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ താഴെയൊന്നും മഞ്ഞില്ല. ഈ വിൻ്റർ സീസണിലൊക്കെ ആണെങ്കിൽ ഈ കാണുന്ന ഭാഗത്ത് മൊത്തം മൂടൽ മഞ്ഞായിരിക്കും. പക്ഷെ നമ്മൾ ഈ സമ്മർ സീസണിൽ പോയതുകൊണ്ട് ഈ മഞ്ഞ് ഉൾവലിഞ്ഞ് മേളിൽ പോയത് കാരണം നമ്മൾ മേളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റൂ. കാശ്മീർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മഞ്ഞുമലയാണല്ലോ. അപ്പോൾ അവിടെ വരെ പോകണമെങ്കിൽ നമ്മൾ കേബിൾ കാർ ബുക്ക് ചെയ്താലേ പറ്റൂ. പക്ഷേ ഈ പാക്കേജുകാർ ഇത് ഇൻക്ലൂഡഡ് ആയിട്ടല്ല നമുക്ക് തന്നെ, നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. കേബിൾ കാറിൻ്റെ അനുഭവം വന്നിട്ട് നല്ല രസമായിരുന്നു. ഇതാണ് നമുക്ക് താഴെയുള്ള ഒരുപാട് സീനറീസ് ഒക്കെ കാണാൻ പറ്റി. ഇതാണ് കേബിൾ കാർ കയറി വന്നാൽ നമുക്ക് കാണുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. താഴത്തെക്കാട്ടും ഭയങ്കര രസമായിരുന്നു. ഈ പോകുന്ന കേബിൾ കാർ എന്ന് പറഞ്ഞാൽ phase 2 കേബിൾ കാറാണ്. നമുക്ക് കുറച്ചും കൂടെ മേളിൽ ചെന്ന് മഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു കേബിൾ കാറിൽ നമ്മൾ കയറണം. അതിന് വേണ്ടി മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ phase 2 പോയില്ല. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം, അതായത് ഈ കേബിൾ കാർ phase 1 ചെന്നതിന് ശേഷം നമുക്ക് ഒരുപാട് മഞ്ഞിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുതിരയുടെ പുറത്ത് കയറാനൊന്നും എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം അവരെ ഉപദ്രവിക്കുന്നത് പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരുപാട് പേര് കുതിര യൂസ് ചെയ്ത് അത് മേളിലൊക്കെ പോകുന്നവരുണ്ട്. ഈ കേബിൾ കാർ യൂസ് ചെയ്യാതെ താഴേന്ന് കുതിരയിൽ മേളിൽ വരുന്ന ആൾക്കാരും അവിടെ ഉണ്ട്. ഒരു ഭാഗത്ത് വെച്ച് ചിന്തിക്കുവാണെങ്കിൽ കുതിരയെ വെച്ച് ജീവിതം നയിക്കുന്ന കുറേ പേര് ഉണ്ട്. അപ്പോൾ അവരെയൊന്നും കുറ്റം പറയാനും നമുക്ക് പറ്റില്ല. പിന്നെ അവിടുത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ സ്കേറ്റിങ്, പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ ചെയ്യാൻ ഉണ്ട്.
പിന്നെ അവിടെ ഒരു റൈഡുണ്ട്, ഒരു സ്കൂട്ടർ പോലത്തെ ഒരു സാധനം, ഈ കാണുന്ന ഈ സ്കൂട്ടർ പോലത്തെ സാധനത്തിൽ കയറി നമുക്ക് മേളിൽ ചെല്ലാൻ പറ്റും. പക്ഷേ അതിൽ പല റേറ്റാണ് അവർ പറയുന്നത്. ഈ കാശ്മീരിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ മാക്സിമം ഊറ്റിയാണ് വാങ്ങിക്കുന്ന പൈസ. നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, നമ്മളൊരു ബാഗ് പിടിക്കാൻ വരെ ഒരു 50 രൂപ 100 രൂപയൊക്കെ ചോദിക്കും. ബാഗ് നമ്മളായിരിക്കില്ല ചിലപ്പോൾ കൊടുക്കുന്നത്, അവർ തന്നെ നമ്മളെ ബാഗ് വാങ്ങിച്ചിട്ട് പറയും, ഞാൻ ബാഗ് വാങ്ങിച്ചു, ഞാൻ പിടിച്ചു, എനിക്കിനി ഒരു 100 രൂപ അതാ 200 രൂപ അതാന്നും പറഞ്ഞ് ഭയങ്കര ബിസിനസ്സായിരുന്നു അവിടെ. ഈ ഒരു സ്കൂട്ടറിൽ കയറാൻ തന്നെ എത്രയെങ്കിലും നേരം ബാർഗെയിൻ ചെയ്തിട്ടാണ് 1000 രൂപയ്ക്ക് കിട്ടിയത്. ആദ്യം പറഞ്ഞ ഇവരുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 2000 രൂപയാണ്. ഈ 2000 രൂപയ്ക്ക് അവർ മേളിൽ കൊണ്ടുപോയി അവിടെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്ത് തരുമെന്നാണ് പറയുന്നത്. അപ്പം ഈ 2000 രൂപയെന്ന് പറയുമ്പോൾ ഞാൻ, അച്ഛൻ, അമ്മ ഉണ്ട്. എൻ്റെ അനിയത്തിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അവൾ താഴെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ 3 പേർക്കും കൂടി 2000 രൂപ കൊടുത്ത് മൊത്തത്തിൽ 6000 രൂപ നമ്മൾ ഈ ഒരു സ്കൂട്ടറിന് വേണ്ടി തന്നെ കൊടുക്കണം. അത് ഭയങ്കര റേറ്റായിരുന്നു. സത്യത്തിൽ ഇത് 1000 രൂപയ്ക്കുള്ള സാധനമേ ഉള്ളൂ. ഈ ബാക്കി 1000 എന്ന് പറയുന്നത് അവരുടെ കമ്മീഷനാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ കാശ്മീരിൽ വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് മാക്സിമം ബാർഗെയിൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രം അവിടെ പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോണ പോക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. അതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു ട്രാവൽ എന്ന് പറയുന്നത് വളരെ രസകരമായിരുന്നു. മഞ്ഞിലൂടെ നമുക്ക് പോവാം, പിന്നെ അവർ നമ്മളെ കുറച്ച് ഒന്ന് അഡ്വഞ്ചർ ആക്കും, കുറച്ചും കൂടെ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഫേസ് 2 പോവാതെ തന്നെ ഈ ഒരു ഫേസ് 1ൻ്റെയും ഫേസ് 2ൻ്റെയും നടുക്കുള്ള ഒരു പാർട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഇത് ഞാൻ പിന്നെ ജാക്കറ്റൊക്കെ വലിച്ചൂരി. നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷേ എന്തായാലും നമുക്ക് ഫോട്ടോ ആണല്ലോ പ്രാധാന്യം. നമ്മൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആസ്വദിക്കാനും കൂടിയാണല്ലോ പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. ആ ഒരു മാമൻ തന്നെ, അതായത് ഈ ഒരു വണ്ടി ഓടിക്കുന്ന മാമൻ തന്നെയാണ് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് തന്നത്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ വലിച്ച് കയറി. കാരണം കുറേ കൂടെ തണുപ്പടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനവിടെ ഇരിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞു ജാക്കറ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയുമായിട്ടൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഞാനത് റീലിൽ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് താഴെ തിരിച്ചിറങ്ങിയപ്പോൾ അവർ നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ആപ്കോ ഇത് വണ്ടി ഓടിക്കണോ ചാഹിയെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഹാൻജി മുജെ ചാഹിയെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് ഈ വണ്ടി തന്നു. എന്നാലും ഒരു ഹാൻഡിൽ അവരുടെ കയ്യിലായിരുന്നു. ഈ ഒരു വീഡിയോ എടുത്തത് ആ ഒരു മാമനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫ്രണ്ടിലിരുത്തിയിട്ട് അവർ തന്നെ ഓടിക്കും. ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ആയിരിക്കാം. കണ്ട ഞാനിത് ഓടിക്കുകയാണ്, ഭയങ്കര ഷോയിലൊക്കെ ഓടിക്കുകയാണ്. പക്ഷേ എനിക്ക് ഓടിക്കാൻ അറിയില്ല. ഞാൻ ഓടിച്ചപ്പോഴത്തേക്കും അത് വല്ലായിട്ട് നീങ്ങുന്നൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയിൽ നമ്മൾ ഇരിക്കുന്ന ഫോട്ടോസ് അവരെടുത്തു തരാമെന്ന് പറഞ്ഞു. ഈ എടുക്കുന്നതിലൊക്കെ ലാസ്റ്റാണ് പൈസ ചോദിക്കുന്നത്. നമ്മളതൊന്നും അറിയുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഭയങ്കര ഹെൽപ്പിംഗ് ആണല്ലോ. അവർ നമ്മളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നു, ഫോട്ടോ എടുപ്പിക്കുന്നു, വണ്ടി ഓടിപ്പിക്കുന്നു, ഭയങ്കര സ്നേഹമാണ്. അവസാനം ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ അവരുടെ അടവാണ്, പൈസ ചോദിക്കാനുള്ള ഒരു അടവാണ്. പൈസ ചോദിക്കാൻ എന്തെങ്കിലും കാരണം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ ചോദിക്കുന്നത്. നമുക്ക് പിന്നെയാണ് മനസ്സിലായത്. സോ ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് വേണം എല്ലാവരും കാശ്മീരിലോട്ട് പോകാൻ. സീനറീസിൻ്റെ കാര്യത്തിലും എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലും ഒട്ടും പിന്നോട്ടല്ല കാശ്മീർ എന്ന് പറയുന്നത്. ഈ ഒരു ഗുൽമർഗ് എന്ന് പറയുന്ന സ്ഥലം അതിമനോഹരമായിരുന്നു. നിങ്ങൾ വിൻ്റർ സീസണിൽ വരുന്നതായിരിക്കും നല്ലത്. തണുപ്പൊക്കെ അത്യാവശ്യം സഹിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വിൻ്റർ സീസണിൽ വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും പൈസ നിങ്ങളെ നിന്ന് പോവില്ല. കാരണം ഈ ഒരു ഭാഗത്തൊക്കെ, ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ നല്ല മഞ്ഞായതുകൊണ്ട് തന്നെ കൂടുതൽ മേലിലോട്ട് നമുക്ക് പോവേണ്ട ആവശ്യം വരില്ല. ഈ സമ്മർ ആയതുകൊണ്ടാണല്ലോ നമ്മൾ വലിഞ്ഞു കയറി മേളിലോട്ട് പോവേണ്ടി വരുന്നത്. അപ്പോൾ ഇത് കേബിൾ കാറിൽ നിന്ന് തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ്. നല്ല രസമാണ്. ഈ ഒരു കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ അവിടെ കുതിരയുടെ വീടാണ്. ഇതാണ് നമ്മുടെ കേബിൾ കാറ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഗുൽമർഗിലെ എന്ന് പറയുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇരട്ടി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കറങ്ങി വീണു. എനിക്ക് BP നല്ല രീതിക്ക് ലോ ആയി, 50-70 ആയി എൻ്റെ BPയുടെ റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ക്ഷീണിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അച്ഛൻ തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ ഒട്ടും വിട്ടില്ല. കാരണം നമ്മൾ ഇത്ര ആഗ്രഹിച്ച് വന്ന ട്രിപ്പ് ജസ്റ്റ് ഒരു പനി വന്നെന്നും പറഞ്ഞ് ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് കാശ്മീരിലെ വിശേഷങ്ങളും കാര്യങ്ങളും സീൻസും ഒക്കെ. അപ്പോൾ ഗുൽമർഗ് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.